എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചു നിർത്തിയത്? കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനകത്തെ 5 പാർട്ടിലെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നു. 5 പാർട്ട് കഴിഞ്ഞ് 6ാമത്തെ പാർട്ടിൽ നമുക്ക് എന്താണ് ഇനി കലണ്ടറിനകത്ത് പഠിക്കാനുള്ളത്? ഇന്നത്തെ ക്ലാസ്സിലാണ് കലണ്ടറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇങ്ങനെയാണ്: ഒരു വർഷത്തിലെ ഒരു ദിവസം തന്നിട്ട് മറ്റൊരു വർഷത്തിലെ അതേ ദിവസം ചോദിക്കും. അത് തൊട്ടു മുമ്പുള്ള ടൈപ്പിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ചെയ്തത് ഒരു വർഷത്തിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2010 ഒരു ദിവസം തന്നിട്ട് 2020 ഒരു ദിവസം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ 2020 ഒരു ദിവസം തന്നിട്ട് 2050 മറ്റൊരു ദിവസം കാണുന്നത് എങ്ങനെ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത്. സ്ഥിരമായി മത്സര പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലണ്ടറിന്റെ ചോദ്യമാണ് ഈ ഒരു മോഡൽ. അതുകൊണ്ട് ഈ ടൈപ്പിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക, ക്ലിയർ ആക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ അടുത്ത ടൈപ്പ് 6 ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. 1984 ഓഗസ്റ്റ് 15 ഞായറാഴ്ചയായാൽ 1992 ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എന്നാണ് ചോദ്യം, അല്ലേ? ഒന്ന് നോക്കാം. 84 ഓഗസ്റ്റ് 15 ഉണ്ടെങ്കിൽ 84 ഓഗസ്റ്റ് 15 ഞായറാഴ്ചയാണെങ്കിൽ 92 ഓഗസ്റ്റ് 15 ചോദ്യം. നിങ്ങൾക്കത് മനസ്സിലായി. ചോദ്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണ്. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു 3 സ്റ്റെപ്പ് പറയും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. 3 സ്റ്റെപ്പ് ഞാൻ പറയും. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ കേട്ടാൽ, നിങ്ങളത് മനസ്സിലാക്കിയാൽ ഈ കണക്ക് ഇവിടെ തീരും. ഇങ്ങനെ വരുന്ന ഏത് കണക്ക് വന്നാലും നമ്മൾ ചെയ്യും. സ്ഥിരം ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരെ നമ്മുടെ 3 സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യമോടെ നിങ്ങൾ നോക്കണം. അതിങ്ങനെയാണ്: 84 ഓഗസ്റ്റ് 15 തന്നിട്ട് 92 ഓഗസ്റ്റ് 15 ചോദ്യം. ആദ്യം നിങ്ങൾ നോക്കി വെച്ചേക്കേണ്ടത് ഡേറ്റ് സെയിം ആണെന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ സെയിം ഡേയെ കണ്ടുപിടിക്കൂ. ഡേറ്റ് സെയിം ആണെന്ന് ഉറപ്പുവരുത്താം. ഒരു സംശയമില്ല. മേളിലും താപ്പോട്ട് നോക്കുക. ഓഗസ്റ്റ് 15 ഡേറ്റ് സെയിം ആണെന്ന് ഉറപ്പുവരുത്തി. ഡേറ്റ് സെയിം ആണെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്: 84 തന്നിട്ട് 92 ചോദിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഈ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കണം. വ്യത്യാസം എടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കണം. എന്നാ ഒന്ന് പറ, ഏതൊക്കെയാ വർഷം? 1992 എന്തിൻ്റെയും ഡിഫറൻസ് 1984 ഡിഫറൻസ് എടുക്കുമ്പം അവസാനത്തെ 2 അക്കം അങ്ങ് കുറച്ചാൽ മതി. അവസാനത്തെ 2 അക്കം കുറച്ചാൽ 92 84 കുറച്ചാൽ എത്ര കിട്ടും? 84 കൂടെ എത്രയോടെ ചേർത്താൽ 92 കിട്ടും? 84 കൂടെ 6 ചേർത്താൽ 90 കിട്ടും. ഒരു 2 കൂടെ ചേർത്താൽ 92 കിട്ടും. സോ 6 2 8 ഡിഫറൻസ് കിട്ടി. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആണ്. തന്നിരിക്കുന്ന വർഷങ്ങളുടെ വ്യത്യാസം എടുക്കണം. 84 92 വ്യത്യാസം എടുക്കണം. 92 84 കുറച്ച് എത്ര കിട്ടും? 84 കൂടെ എത്രയോടെ ചേർത്താൽ 92 കിട്ടും? 84 കൂടെ 6 ചേർത്താൽ 90 കിട്ടും. 6 ആയി. ഒരു 2 കൂടെ ചേർത്താൽ 92 കിട്ടും. സോ 6 2 8 എന്ന് വെച്ചാൽ 92 84 കുറച്ചാൽ 8 കിട്ടും. ക്ലിയർ ആണേ? ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. സ്റ്റെപ്പ് 2ലേക്ക് പോകണം. സ്റ്റെപ്പ് 2 നിങ്ങൾ എങ്ങനെ പറയണം? ഡിഫറൻസ് എടുത്താൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന വർഷത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കണം. സോ ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കുമ്പം 1984 മുതൽ 1992 വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കണം. അങ്ങനെ നോക്കാം. അങ്ങനെയാകുമ്പോൾ 1984 ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കണം.
1984 ലീപ്പ് ഇയർ ആണോ? അവിടെ ഒന്ന് പറയട്ടെ. 1984 എന്ന് പറഞ്ഞാൽ 84ന്റെ അവസാനത്തെ രണ്ടക്കം, 1984ന്റെ അവസാനത്തെ രണ്ടക്കം 84. സോ 84 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതം ആണോ? ആണല്ലോ. 20 ഗുണം 4 80, 80ന്റെ കൂടെ 4 കൂട്ടിയ 84. ഇത് അവസാനത്തെ രണ്ടക്കം 4ന്റെ ഗുണിതമാണ്. 21 ഗുണം 4 84. അതുകൊണ്ട് ഈ അവസാനത്തെ രണ്ടക്കം 4ന്റെ ഗുണിതം ആയതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞേ? ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കാൻ പറഞ്ഞു. സോ ലീപ്പ് ഇയർ എഴുതി വെക്കുമ്പം ആദ്യത്തെ ലീപ്പ് ഇയർ എഴുതും 1984. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എഴുതണം 84. അടുത്ത ലീപ്പ് ഇയർ പറയാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. 4 കൂട്ടുക എന്ന് പറഞ്ഞാൽ 84ന്റെ കൂടെ 4 കൂട്ടിയ 88 എന്ന് എഴുതണം. എന്ന് വെച്ചാൽ 1988. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 88ന്റെ കൂടെ 4 കൂട്ടിയ 92, 1992. ക്ലിയർ ആയേ? അവസാനം വരെ ആയല്ലോ. 92 വരല്ലേ ചോദിച്ചേ. ഓക്കെ, അന്നേരം ആ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു. എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ്? ഒന്ന് പറഞ്ഞു പോയെല്ലാവരും. എന്താ ചെയ്തു വെച്ചേ? ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കാൻ പറഞ്ഞപ്പം ആദ്യത്തെ വർഷം 1984 ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് 1984 എഴുതി. 84ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 88 അടുത്ത ലീപ്പ് ഇയറും, 88ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 92 അടുത്ത ലീപ്പ് ഇയറുമായിട്ട് മാറി. സോ നമ്മൾ 3 ലീപ്പ് ഇയർ എഴുതി വെച്ചു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണക്കിൻ്റെ ഉത്തരം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. നമ്മളിപ്പോൾ എഴുതി വെച്ച ലീപ്പ് ഇയർ ഉണ്ടല്ലോ, ഇതാ ഇത്രയും ലീപ്പ് ഇയർ, 3 ലീപ്പ് ഇയർ എഴുതി വെച്ചല്ലോ. ഈ ലീപ്പ് ഇയറൊക്കെ ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ ലീപ്പ് ഇയറിനെയൊക്കെ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ തൊട്ട് മുമ്പുള്ള കലണ്ടറിൻ്റെ പാർട്ട് 5 കണക്കൂടെ ചെയ്യണം. അവിടെ ഒരു വർഷത്തിൻ്റെ ഡിഫറൻസിൽ ലീപ്പ് ഇയറിനെ എങ്ങനെയാണ് ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണുക. അത് കണ്ടാൽ പെട്ടെന്നങ്ങ് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ കണക്കിന് വേണ്ടി ഒന്നുകൂടെ അത് പറയാം. ഒന്ന് കേട്ടോ. ഇങ്ങനെയാണ് സ്റ്റെപ്പ് 3 ഇങ്ങനെയാണ്. എഴുതി വെച്ച ലീപ്പ് ഇയറൊക്കെ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ? എഴുതി വെച്ച ലീപ്പ് ഇയറൊക്കെ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി മാസം 29 വരണം. കഴിഞ്ഞു. പറ, ഒന്ന് പറഞ്ഞ്. ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ ലീപ്പ് ഇയറിൽ ഏത് മാസം വരണം? ഫെബ്രുവരി മാസം വരണം. ഫെബ്രുവരിയിലെ 29 വരണം എന്ന് മനസ്സിലാക്കണം. സോ 84നെയും 88നെയും 92നെയും നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് എടുക്കണമെങ്കിൽ ആ 84ലും 88ലും 92ലും ഫെബ്രുവരി 29 വരണം. ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിലേ ഇത് ലീപ്പ് ഇയർ ആകൂ, അല്ലെങ്കിൽ ഇത് ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. സോ ഇതിൽ ഫെബ്രുവരി 29 വന്നോ എന്ന് നോക്കാൻ നിങ്ങൾ ചോദ്യം ഇങ്ങനെ വായിക്കണം. ആദ്യം മുതൽ അവസാനത്തെ ഡേറ്റ് വരെ ഇത് വായിക്കണം. ഈ ചോദ്യത്തിൽ തന്ന ആദ്യത്തെ ഡേറ്റ് മുതൽ അവസാനത്തെ ഡേറ്റ് വരെ എന്ന് വെച്ചാൽ ചോദ്യം ഇങ്ങനെയാണ്. എപ്പോഴും അങ്ങനെ അങ്ങ് വായിക്കണം. അതാകുമ്പോൾ വന്നോ ഇല്ലോ എന്ന് പറയാൻ പറ്റും. ആദ്യത്തെ ഡേറ്റ് പറ. 1984 ഓഗസ്റ്റ് 15 മുതൽ ഇങ്ങനെ പറയണം. ഇന്നത് മുതൽ ഇന്നത് വരെ, ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ എന്ന് വായിച്ച് ഒന്ന് പറഞ്ഞ്. 1984 ഓഗസ്റ്റ് 15 മുതൽ 1992 ഓഗസ്റ്റ് 15 വരെ എന്ന് പറയണം. അങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ക്ലിയറായി. എവിടം മുതൽ സ്റ്റാർട്ട് ചെയ്യും? 1984 ഓഗസ്റ്റ് 15 മുതലേ സ്റ്റാർട്ട് ചെയ്യൂ. റെഡിയാണ്? അത് ഓക്കെ ആയി. ഒന്ന് പറഞ്ഞേ, എവിടം മുതലാണ് സ്റ്റാർട്ട് ചെയ്തേ? 1984 ഓഗസ്റ്റ് 15 മുതലേ സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ
1984 ഓഗസ്റ്റ് 14 പോലും അവിടെ വന്നില്ല. കാരണം ഓഗസ്റ്റ് 15 മുതലേ സ്റ്റാർട്ട് ചെയ്യും. സോ 1984 ഓഗസ്റ്റ് 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ വരും. പക്ഷെ ഓഗസ്റ്റിന് മുമ്പുള്ള മാസങ്ങൾ അവിടെ വരത്തില്ല എന്ന് മനസ്സിലാക്കും. സോ ഒരു കാര്യം ക്ലിയറായി. 84 ഓഗസ്റ്റ് 15 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 84 ഫെബ്രുവരി 29 അവിടെ വരത്തില്ലല്ലോ. ഫെബ്രുവരി ഇല്ല. കാരണം എവിടെ തൊട്ടാ തുടങ്ങുന്നേ? 84 ഓഗസ്റ്റ് തൊട്ടല്ലേ തുടങ്ങുന്നേ? ഓഗസ്റ്റ് മുതലേ തുടങ്ങും. സോ 84 ഫെബ്രുവരി ഇല്ല എന്ന് മനസ്സിലായി. 84 ഫെബ്രുവരി അവിടെ ഇല്ല എങ്കിൽ 84 ഫെബ്രുവരി ഇല്ല എങ്കിൽ അപ്പോഴേ പറയണം ഓഗസ്റ്റ് തൊട്ടല്ലേ തുടങ്ങുന്നേ, കൊണ്ട് ഫെബ്രുവരി ഇല്ലല്ലോ. അപ്പോഴേ പറയണം 84 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ല. ഫെബ്രുവരി ഇല്ലെങ്കിൽ പിന്നെ അത് ലീപ്പ് ഇയർ അല്ല എന്ന് പറയണം. കിട്ടിയേ? 84 ലീപ്പ് ഇയർ അല്ല. ഓക്കെ ആണ്. എന്നാൽ പിന്നെ അടുത്ത 88 ലീപ്പ് ഇയർ ആണോ? 88 ഇതിൻ്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് വരുന്ന വർഷം 84ൻ്റെയും 92ൻ്റെ ഇടയ്ക്കല്ലേ 88, ഇടയ്ക്ക് വരുന്ന വർഷം നോക്കണ്ട, അത് ലീപ്പ് ഇയർ ആയിരിക്കും. അതിൽ ഫെബ്രുവരി 29 വന്നിരിക്കും. ചെക്ക് ചെയ്യണ്ട, ഇടയ്ക്ക് വരുന്നതൊക്കെ ലീപ്പ് ഇയർ ആയിരിക്കും. നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ആദ്യത്തെയും അവസാനത്തെയും ചെക്ക് ചെയ്താൽ മതി. ലീപ്പ് ഇയർ ആണോ? 84 ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ അവസാനത്തെ ഏതാ? 92 ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് പറഞ്ഞേ, 92 എവിടം വരെ? ഓഗസ്റ്റ് 15 വരെ. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, 92 എവിടം വരെ? ഓഗസ്റ്റ് 15 വരെ. 92 ഓഗസ്റ്റ് 15 വരെ എന്ന് പറഞ്ഞാൽ 92 ഫെബ്രുവരി കഴിഞ്ഞിട്ടല്ലേ 92 ഓഗസ്റ്റ് വരുന്നേ? 92 ഫെബ്രുവരിയും മാർച്ചും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ 92 ഓഗസ്റ്റ് 15 വന്നേ? അതുകൊണ്ട് 92 ഓഗസ്റ്റ് 15 വരെ ആണെങ്കിൽ 92 ഫെബ്രുവരി വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പറയും 92 ഫെബ്രുവരി വന്നതുകൊണ്ട് 92 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണെന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ പറയണം ഏതൊക്കെയാണ് നിങ്ങളുടെ ലീപ്പ് ഇയർ. 88ഉം 92 ലീപ്പ് ഇയർ ആകുമ്പം നിങ്ങൾക്ക് എത്ര ലീപ്പ് ഇയർ കിട്ടി? 2 ലീപ്പ് ഇയർ കിട്ടി എന്ന് പറയണം. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 2 ലീപ്പ് ഇയർ ഉണ്ടെന്ന് പറയണം. പിന്നെ ചെയ്യേണ്ടത് ആദ്യം കിട്ടിയ ഡിഫറൻസ് എത്രയായിരുന്നു? ആദ്യം കിട്ടിയ ഡിഫറൻസ് 8 ആയിരുന്നു. പിന്നെ കിട്ടിയ ലീപ്പ് ഇയറിൻ്റെ എണ്ണം എത്രയാണ്? ലീപ്പ് ഇയറിൻ്റെ എണ്ണം 2 ആണ്. ആ 8ൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് 10 എന്ന് പറയണം. ആദ്യം കിട്ടിയ ഡിഫറൻസ് 8ഉം ലീപ്പ് ഇയറിൻ്റെ എണ്ണം 2ഉം 8ൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടിക്കഴിഞ്ഞാൽ കലണ്ടറിലെ ആദ്യത്തെ സ്റ്റെപ്പ് പറയണം. എന്ന് വെച്ചാൽ കലണ്ടറിലെ ഓഡ് ഡേയ്സ് പറയണം. കലണ്ടറിലെ ഓഡ് ഡേയ്സ് പറയുമ്പം 10നകത്ത് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ എടുക്കണം. ഓഡ് ഡേ കിട്ടാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എടുക്കുമ്പം 10നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 × 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 3. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഓഡ് ഡേ. ഓഡ് ഡേ 3. 10നകത്ത് 7 പോയി കഴിഞ്ഞാൽ ബാലൻസ് 3. ബാലൻസ് 3. ബാലൻസ് 3 എന്ന് പറഞ്ഞാൽ ഉത്തരം ഇങ്ങനെ പറയണം. തന്ന ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം. തന്ന ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം. തന്ന ദിവസം ഞായർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം. 1 തിങ്കൾ, 2 ചൊവ്വ, 3 ബുധൻ. കഴിഞ്ഞു. 1 തിങ്കൾ, 2 ചൊവ്വ, 3 ബുധൻ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയാണെന്ന് നമ്മൾ പറയും. ബുധനാഴ്ചയാണെന്ന് പറഞ്ഞ് നമ്മളിത് തീർക്കും. ക്ലിയർ ആണ്? ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കണം. ഒരിത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു കണക്കൂടെ ഞാൻ പറയും. ഇത്രയും വലിച്ചു നീട്ടാതെ ഒരിത്തിരി കൂടെ ലളിതമായിട്ട് ഞാൻ പറയും. ഇത്തിരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അടുത്ത കണക്കൂടെ നിങ്ങൾ നല്ലതുപോലെ കേൾക്കണം. അടുത്ത കണക്കൂടെ നല്ലതുപോലെ കേട്ടാൽ ഇതിവിടെ തീരും. ഓക്കെ, എന്നാൽ നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യത്തോടെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. ഈ ചോദ്യം നമ്മൾ ഒരു ഇത്തിരിയുടെ വേഗത്തിൽ നമ്മുടെ സ്റ്റെപ്പുകൾ മാത്രം അങ്ങ് എഴുതും. അങ്ങനെയായിരിക്കും നമ്മൾ കണക്ക് ചെയ്യുന്നത്. ഇതുകൂടെ ഒന്ന് കേൾക്കണം. എന്നിട്ട് ഒരു 3 കണക്ക് ഞാൻ തരും. അത് നിങ്ങൾ ചെയ്തിട്ട് ഇത് ഉറപ്പിക്കും. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് നടന്ന 2 പ്രീവിയസ് ക്വസ്റ്റ്യനോടെ ഞാൻ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഓക്കെ, അന്നേരം അടുത്ത കണക്കൂടെ നിങ്ങൾ ഒന്ന് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. 2012 ജനുവരി 10 വെള്ളിയായാൽ 2024 ജനുവരി 10 ഏത് ദിവസമാണ്?
ഓക്കെ. 2012 ജനുവരി 10 വെള്ളി. എന്നാൽ 2024 ജനുവരി 10 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചുമ്മാ അത് നോക്കി വിടും, വെറുതെ നോക്കും, ചുമ്മാ അങ്ങ് നോക്കിയിട്ട് പറയും ഇവിടെ ജനുവരി 10, ഇവിടെയും ജനുവരി 10. സോ ഡേ തുല്യമാണെന്ന് മനസ്സിലായി. അത് നിങ്ങൾ ചുമ്മാ നോക്കി വിട്ടേക്കണം. വിട്ടല്ലോ. എന്നാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യത്തെ സ്റ്റെപ്പ് ഈ വർഷത്തിൻ്റെ വ്യത്യാസം എടുക്കണം. വർഷത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വർഷത്തിൽ നിന്ന് ചെറിയ വർഷം കുറയ്ക്കുമ്പോൾ 24 നിന്ന് 12 കുറയ്ക്കണം. 2024 നിന്ന് 2012 കുറയ്ക്കണം. അതുകൊണ്ട് നമ്മൾ 24 നിന്ന് 12 കുറയ്ക്കണം. 24 നിന്ന് 12 കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും? കുറച്ച് പറയാം. 24 നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടും? 24 നിന്ന് 12 കുറച്ചാൽ 12 കിട്ടും. 12 കിട്ടണ്ടേ? 12 കിട്ടി. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഡിഫറൻസ് കിട്ടിയല്ലോ. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു ബോക്സ് ഇങ്ങനെ വരച്ചങ്ങ് ഇട്ടേക്കണം. എപ്പോഴും ഒരു പെട്ടി ഇവിടെ കിടക്കണം. ഈ പെട്ടിയാണ് നമ്മുടെ ഈ കണക്ക് നിർണ്ണയിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈ പെട്ടി ഇവിടെ കിടക്കട്ടെ. ആ പെട്ടി വരച്ചിട്ടു. എന്നിട്ട് പറയണം ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ പറയണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ. ആദ്യം മുതൽ എന്ന് പറയുമ്പം ആദ്യത്തത് ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കണം. ആദ്യത്തെ ലീപ്പ് ഇയർ ആണോ? ആദ്യത്തെ ലീപ്പ് ഇയർ ആകണമെങ്കിൽ അവസാനത്തെ രണ്ടക്കം 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് ലീപ്പ് ഇയർ ആണെങ്കിൽ എഴുതിയാൽ മതി. ലീപ്പ് ഇയർ അല്ലെങ്കിൽ എഴുതണ്ടായിരുന്നു. ഇത് ലീപ്പ് ഇയർ ആണെങ്കിൽ എഴുതിയാൽ മതി. ലീപ്പ് ഇയർ അല്ലെങ്കിൽ എഴുതണ്ട. അതുകൊണ്ടത് ലീപ്പ് ഇയർ ആണോ നോക്ക്. 2012 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണല്ലോ. ആണ്. 12 4ന്റെ കൊണ്ടുപോവാ. 3 × 4 12. എന്നാൽ എഴുതി വെക്കാം 2012 ലീപ്പ് ഇയറാണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ അത് എഴുതി വെച്ചേക്കണം. എഴുതി വെച്ചു 2012 ലീപ്പ് ഇയറാണ്. എന്നാൽ പിന്നെ അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 4 കൂട്ടിയ 12ന്റെ കൂടെ 4 കൂട്ടിയ 16. സോ 2016. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ ഇതിൻ്റെ കൂടെ 4 കൂട്ടിയ 16 4 20. സോ 2020. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ 4 കൂട്ടിയ 20 4 24. 2024. അവിടം വരെ മതിയല്ലോ. ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് നമ്മൾ വരും. അതിതായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ എഴുതി വച്ചതൊക്കെ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ എഴുതി വച്ചതൊക്കെ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അന്നേരം നിങ്ങൾ പറയും എഴുതി വച്ചതൊക്കെ ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 2012ഉം 2024 ആദ്യത്തെയും അവസാനത്തെയും ലീപ്പ് ഇയർ ആണോ നോക്കിയാൽ മതി. കാരണം ഇടയ്ക്ക് വരുന്നതൊക്കെ ലീപ്പ് ഇയർ ആയിരിക്കും. അത് എളുപ്പമായി. ഇടയ്ക്കുള്ളതൊക്കെ ലീപ്പ് ഇയർ ആണെന്ന് എഴുതി വെച്ചിട്ട് ആദ്യത്തെ 2012ഉം അവസാനത്തെ 2024 ലീപ്പ് ഇയർ ആണെന്ന് നോക്കണം. അതിനാണ് നിങ്ങൾ ഇങ്ങനെ വായിക്കേണ്ടത്. ആദ്യത്തെ ഡേറ്റ് മുതൽ എവിടെ മുതൽ? 2012 ജനുവരി 10 മുതൽ എവിടം വരെ? 2024 ജനുവരി 10 വരെ എന്ന് വായിക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടം മുതൽ തുടങ്ങും? 2012 ജനുവരി 10 മുതൽ തുടങ്ങുമെങ്കിൽ 2012 ജനുവരി 10 മുതൽ തുടങ്ങുമെങ്കിൽ അത് കഴിഞ്ഞ് ജനുവരി 10 കഴിഞ്ഞ് ജനുവരി 11ഉം 12ഉം 13ഉം 14ഉം ഒക്കെ വരുമ്പം 2012 ഫെബ്രുവരിയും വരും. സോ 2012 ഫെബ്രുവരി വരുവാണെങ്കിൽ 2012 ഫെബ്രുവരി 29ഉം വരും. കേട്ടോ, നമുക്ക് മനസ്സിലായി. 2012 ജനുവരി തൊട്ട് തുടങ്ങുന്നത് കൊണ്ട് 2012 ഫെബ്രുവരി അവിടെ വരുന്നുണ്ട്. 2012 ഫെബ്രുവരി വന്നതുകൊണ്ട് നമ്മൾ പറയും 2012 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. അത് ക്ലിയറായി. 2012 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അത് ലീപ്പ് ഇയർ ആണ്. എന്നാൽ അടുത്ത ചോദ്യം 2024 ലീപ്പ് ഇയർ ആണോ എന്നാ പറയാം. 2024 ലീപ്പ് ഇയർ ആണോ? എവിടം വരെ? 2024 ജനുവരി 10 വരെ ഉള്ളു. മനസ്സിലായി. 2024 ജനുവരി 10 വരെ ഉള്ളു. അവിടെ വെച്ച് തീർന്നു. 2012 ജനുവരി 10 മുതൽ 2024 ജനുവരി 10 വരെയല്ലേ ഉള്ളു. അന്നേരം ജനുവരി 10 വരെ ഉള്ളെങ്കിൽ പിന്നെ ഫെബ്രുവരി ഇല്ലല്ലോ. ഇല്ല, കാരണം ജനുവരി 10 വരെ ഉള്ളു. സോ 2024 ജനുവരി 10 വരെ ഉള്ളു. അതുകൊണ്ട് 2024 ഫെബ്രുവരി ഇല്ല. 2024 ഫെബ്രുവരി ഇല്ലെങ്കിൽ നമ്മൾ പറയും 2024 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ല എന്ന് പറയും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? ലീപ്പ് ഇയറിൻ്റെ എണ്ണം എത്ര? 1 2 3.
ലീപ്പ് ഇയറിൻ്റെ എണ്ണം 3 മനസ്സിലായാൽ ആദ്യം കിട്ടിയ ഡിഫറൻസ് 12ൻ്റെ കൂടെ ആ 3 കൂട്ടി 12 + 3 = 15 എന്ന് പറയണം. 15 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓഡ് ഡേ കിട്ടാൻ വേണ്ടി അതിനെ 7 കൊണ്ട് ഹരിക്കണം. ഓഡ് ഡേ എങ്ങനെ കിട്ടുന്നത്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ ആകുമ്പം 15നെ 7 കൊണ്ട് ഹരിച്ചാൽ 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 1 കിട്ടും. അപ്പോൾ നിങ്ങൾ പറയുക ഈ കണക്കിൻ്റെ ഉത്തരം 1. ഈ കണക്കിൻ്റെ ഉത്തരം 1. ഒന്നെന്ന് വെച്ചാൽ തന്ന ദിവസം കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം. തന്ന ദിവസം ഏതാ? വെള്ളി. സോ വെള്ളി കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആൻസർ = ശനിയാഴ്ചയാണെന്ന് മനസ്സിലാവും. വെള്ളി കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം തൊട്ടടുത്ത ദിവസം ആൻസർ = ശനിയാഴ്ച. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഓക്കെ ആയി കാണും. ഇപ്പം നിങ്ങൾക്കിത് റെഡിയായി കാണും. ലീപ്പ് ഇയർ കണ്ടുപിടിക്കുന്ന ധാരണയും കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നോക്കിയാൽ മതി. ഇത് ഈ നോക്കുന്ന എളുപ്പത്തിനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇത്ര മുതൽ ഇത്ര വരെ എൻ്റെ കറക്റ്റ് കണ്ടന്റ് അല്ല, എന്നാലും നമുക്ക് നോക്കാൻ എളുപ്പം ഇതായിരിക്കും. ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറയുമ്പം നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പറയുന്നത്. അത് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കിട്ടും. ഫെബ്രുവരി വരുന്നുണ്ടോ, ലീപ്പ് ഇയർ ഫെബ്രുവരി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും തെറ്റില്ല. ഇതങ്ങ് റെഡിയാക്കി ഉറപ്പിച്ച് ചേർത്തും ഇത് ക്ലിയർ ആണ് എന്ന ഒരു 2 കണക്കൂടെ നമുക്ക് ചെയ്യാം. ചെയ്ത് ഇതങ്ങ് ഉറപ്പിക്കാം. ഓക്കെ, എന്നാൽ അടുത്ത കണക്കിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്തേ, തനിയെ ചെയ്തേ. ഈ ചോദ്യം നോക്കി എല്ലാവരുടെയും ആൻസറും ചെയ്തേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് ഉറപ്പിച്ചോ. പെട്ടെന്ന് പറയാം. 1924 ഫെബ്രുവരി 15 ചൊവ്വാഴ്ചയായാൽ 1940 ഫെബ്രുവരി 15 ഏത് ദിവസം? ഒരാദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യും? വർഷത്തിൻ്റെ വ്യത്യാസം എടുക്കും. അതുകൊണ്ട് 40 24 കുറയ്ക്കും. 40 24 കുറച്ചാൽ എത്ര കിട്ടും? 24 6 30, പിന്നെ ഒരു 10 കൂടെ ചേരുമ്പോൾ 10 6 കൂടെ ചേർന്ന് 16 കിട്ടും അല്ലേ? 40 24 കുറച്ചാൽ കിട്ടുന്നത് 16 അല്ലേ? ആദ്യത്തെ ഒരു ഡിഫറൻസ് 6, പിന്നെ ഒരു 10 6 കൂടെ ചേരുമ്പോൾ 16 കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ആദ്യം തൊട്ടുള്ള ലീപ്പ് ഇയർ പറയണം. അതിന് നമുക്കൊരു ബോക്സ് വരച്ചിടാം. ലീപ്പ് ഇയർ എഴുതി വെക്കാം. എന്നാൽ ലീപ്പ് ഇയർ പറയാം. ആദ്യത്തെ ലീപ്പ് ഇയർ 1924 എന്ന് പറഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണല്ലോ. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 24 6 × 4 24 ആണല്ലോ. അന്നേരം 4ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ അത് ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് അത് എഴുതി വെക്കാം. 1924. അടുത്ത ലീപ്പ് ഇയർ 4 കൂട്ടുമ്പോൾ 28, 1928. അടുത്ത 4 കൂട്ടുമ്പോൾ 28 4 32, അടുത്ത 32 4 36, അടുത്ത 36 4 40, 1940 വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെച്ചു. അത് ഓക്കെ ആയി. ഇനി ലീപ്പ് ഇയർ ആയിട്ട് പരിഗണിക്കാൻ പറ്റും നോക്കണം. ആദ്യത്തെ അവസാനത്തെ അവിടെ നിൽക്കട്ടെ, ബാക്കിയൊക്കെ എന്ത് തന്നെയായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. ആദ്യത്തെ അവസാനത്തെ ലീപ്പ് ഇയർ ആണോ? ഫെബ്രുവരി 29 വന്നാൽ ലീപ്പ് ഇയർ, അല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. 1924 ലീപ്പ് ഇയർ ആണോ? എവിടെ മുതൽ തുടങ്ങും? 1924 ഫെബ്രുവരി 15 മുതൽ തുടങ്ങാം. ഫെബ്രുവരി 15 മുതൽ തുടങ്ങുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 29 വരും. ഫെബ്രുവരി 15 മുതൽ തുടങ്ങുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 29 വരും. സോ 1924 ഫെബ്രുവരി 29 വരുന്നത് കൊണ്ട് 1924 ലീപ്പ് ഇയർ ആണ്. അത് ക്ലിയറായി. എന്നാൽ പിന്നെ ലാസ്റ്റ് വർഷം 1940 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീപ്പ് ഇയർ ആയിരിക്കുമോ? പറ. 1940 എവിടം വരെയുള്ള? ഫെബ്രുവരി 15 വരെ ഉള്ള. ഇന്നത് മുതൽ ഇന്നത് വരെ. 1940 ഫെബ്രുവരി 15 വരെ ഉള്ളെങ്കിൽ ഫെബ്രുവരി 29 വരത്തില്ല. 1940 ഫെബ്രുവരി 29 വരത്തില്ലെങ്കിൽ 40 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. എന്നാൽ ലീപ്പ് ഇയറിൻ്റെ എണ്ണം പറയണം. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 1 2 3 4 ലീപ്പ് ഇയർ. സോ ആദ്യം കിട്ടിയ 16ൻ്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 16 4 20 കിട്ടും. 20 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഓഡ് ഡേ പറയണം. അതിന് 20നെ 7 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 6 കിട്ടും. ബാക്കി 6 കിട്ടുമ്പോൾ തന്ന ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ പറയണം. ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം എന്ന് പറയണം. എണ്ണി പറഞ്ഞാൽ മതി. ചൊവ്വ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം ആകുമ്പോൾ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കളായിരിക്കും 6ാമത്തെ ദിവസം. തൊട്ട് തലേന്നായിരിക്കും 6ാമത്തെ ദിവസം. സോ ആൻസർ = തിങ്കളാഴ്ചയാണെന്ന് ഉറപ്പിക്കണം. ഈ കണക്ക് ശരിയാണ്. ഇത്രയേ ഉള്ളൂ. കലണ്ടറിനകത്തെ വർഷം മാറി വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം 2015 ഓഗസ്റ്റ് 20 ബുധനായാൽ
2025 ഓഗസ്റ്റ് 20 ഏത് ദിവസം എന്നാണ് ചോദിച്ചത് അല്ലേ? എന്നാൽ ഇത് ചെയ്യാം. എങ്ങനെ ചെയ്യാം പറ? ഡേറ്റ് സെയിം ആണ്. ഇനി വേണ്ട എന്താ? വർഷത്തിൻ്റെ വ്യത്യാസം. 2025-ൻ്റെയും 2015-ൻ്റെയും വ്യത്യാസം. 25-ൽ നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. സിമ്പിളാണ്, 10 കിട്ടും. ഇനി വേണ്ടത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതി വെക്കുമ്പം ആദ്യം മുതൽ ആദ്യത്തെ വർഷം 2015 മുതൽ 2025 വരെ. പറ, ആദ്യം മുതൽ എന്ന് പറയുമ്പോൾ 2015 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണോ? ലീപ്പ് ഇയർ അല്ലല്ലോ. എന്നാൽ പിന്നെ അത് വേണ്ട. ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലീപ്പ് ഇയർ ആണെങ്കിൽ എഴുതിയാൽ മതി. നമ്മൾ ഇതുവരെ എഴുതിയ 3 ക്വസ്റ്റ്യനകത്തും ആദ്യത്തെ അവസാനത്തെ ലീപ്പ് ഇയർ ആയിരുന്നു. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ആദ്യത്തത് ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. ലീപ്പ് ഇയർ അല്ലെങ്കിൽ എഴുതണ്ട, ലീപ്പ് ഇയർ ആണെങ്കിൽ എഴുതിയാൽ മതി. എന്നാൽ പിന്നെ 2015 വേണ്ട. 2015 വേണ്ടെങ്കിൽ 2015 കഴിഞ്ഞാൽ വരുന്ന ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 2016 പറയണം. ലീപ്പ് ഇയർ 2016. അടുത്ത ലീപ്പ് ഇയർ 4 കൂട്ടുമ്പം 2020 എന്ന് കിട്ടും. അടുത്ത ലീപ്പ് ഇയർ 4 കൂട്ടുമ്പം 2024 കിട്ടും. അത് കിട്ടി. ഇനി വേണ്ടത് ഇതൊക്കെ ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യണം. ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 2015-ൻ്റെയും 2025-ൻ്റെയും ഇടയ്ക്കായി നിൽക്കുന്നത്. 16, 20, 24 ഒക്കെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് വരുവാണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യണ്ട. ഫെബ്രുവരി 29 ഒന്നും നോക്കണ്ട. ഇതൊക്കെ എന്ത് തന്നെയായിരിക്കും? ലീപ്പ് ഇയർ ആണ്. അത് മനസ്സിലാവും. ആദ്യത്തെ അവസാനത്തെ ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെ 2016 തരുന്നതെങ്കിൽ ഇവിടെ 2016 ആയിരുന്നെങ്കിൽ 2016 ഫെബ്രുവരി 1 നോക്കിയാൽ മതി. ഇത് 2015 ആയതുകൊണ്ട് അത് ലീപ്പ് ഇയർ അല്ല. 2015 ഫെബ്രുവരി നമുക്ക് നോക്കണ്ട. 2016 2016 ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്. ഇടയ്ക്ക് വന്നാൽ പിന്നെ ചെക്ക് ചെയ്യണ്ട. ഇടയ്ക്ക് വന്നാൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. 2015-ൻ്റെയും 2025-ൻ്റെ ഇടയ്ക്കല്ലേ ഇത് 3 വരുന്നത്. സോ ഇത് 3 ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയറിൻ്റെ എണ്ണം എത്ര? ലീപ്പ് ഇയറിൻ്റെ എണ്ണം 3 എണ്ണം. 10 + 3 = 13. 13 ആകുമ്പോൾ അതിനെ വീണ്ടും 7 കൊണ്ട് ഹരിക്കുമ്പം എത്ര ദിവസം പോയി? 13-നകത്ത് 7 ഒരു തവണ. 1 × 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം? 6 ദിവസം. ബാക്കി 6 ദിവസം എന്ന് പറഞ്ഞാൽ തന്നത് ഏതായിരുന്നു? ബുധനാഴ്ചയായിരുന്നു. ബുധൻ കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം. ബുധൻ കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം ആകുമ്പം എണ്ണി പറയാം. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. 6-ാമത്തെ ദിവസം അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് ഉത്തരം. വളരെ എളുപ്പം. മറ്റതിനെക്കാട്ടി ഒരു ഇത്തിരിയുടെ എളുപ്പം. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ അവസാനത്തെയും ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഇത്തിരിയുടെ സിമ്പിളായി. ഇത്തിരിയുടെ സിമ്പിളായി എന്ന് പറഞ്ഞാൽ 15, 25 ഇല്ല. അടുത്ത ലീപ്പ് ഇയർ 16, അടുത്ത ലീപ്പ് ഇയർ 20, അടുത്ത ലീപ്പ് ഇയർ 24. ഇതെല്ലാം ഇടയ്ക്ക് വരിക. 15-ൻ്റെ 25-ൻ്റെ ഇടയ്ക്ക് വരിക. ഈ ഇടയ്ക്ക് വന്നാൽ അത് ലീപ്പ് ഇയർ ആണ്. ചെക്ക് ചെയ്യണ്ട. അതുകൊണ്ട് ഇത് 3 ലീപ്പ് ഇയർ ആണ്. ഡിഫറൻസ് 10. ലീപ്പ് ഇയറിൻ്റെ എണ്ണം 3. 10 × 3 = 13. 13 ആകുമ്പോൾ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ ബാക്കി 6. ഉത്തരം 6-ാമത്തെ ദിവസം എന്ന് പറയുമ്പം ഈ കണക്ക് പെട്ടെന്ന് തീരും. ക്ലിയർ? എന്നാൽ നമുക്ക് ഈ ടൈപ്പിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5-ാമത്തെ കണക്കിലേക്ക് പോവാം. 2018 ജനുവരി 1 തിങ്കളാഴ്ചയായാൽ 2022 ജനുവരി 1 ഏത് ദിവസം? ഇത് ഏറ്റവും ലാസ്റ്റ് നടന്ന 2025 സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ കലണ്ടറിൻ്റെ ചോദ്യങ്ങളിലൊന്നായിരുന്നു. ഓക്കെ, നമുക്ക് ആ കണക്കിലേക്ക് വരാം. എങ്ങനെയാണ് ചോദിച്ചത്? 2018 ജനുവരി 1 ഉണ്ടെങ്കിൽ 2022 ജനുവരി 1. ആദ്യം നിങ്ങൾ പറയും ഡേ സെയിം ആണെന്ന് നിങ്ങൾ പറഞ്ഞു. രണ്ടാമത് നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വരാം. നിങ്ങളുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 22-ൻ്റെയും 18-ൻ്റെയും വ്യത്യാസം. 2022 നിന്ന് 2018 കുറയ്ക്കണം. അത് 22 നിന്ന് 18 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. സോ ഡിഫറൻസ് 4 മനസ്സിലായി. അത് കിട്ടി. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ പറയും ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ പറയണം. അങ്ങനെ പറയുമ്പം ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ 2018 മുതൽ. 2018 മുതലാണെങ്കിൽ 2018 എന്ന് പറഞ്ഞാൽ 4-ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 18 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. 4 × 4 16. 16 കഴിഞ്ഞാൽ പിന്നെ 16 × 4 20 അല്ലേ വരണ്ടേ? അന്നേരം 16 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ 18 പറയണ്ട അല്ലേ? 18 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ 18 പറയണ്ട. 18 പറയണ്ടെങ്കിൽ അടുത്ത 4-ൻ്റെ മൾട്ടിപ്പിൾ പറ. 18 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 4-ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2020 അല്ലേ? ശരിയല്ലേ? 18 വരുന്നില്ലെങ്കിൽ പിന്നെ വരേണ്ടത് 20 ഓക്കെ, അടുത്ത ഏതാ? 2024 അല്ലേ വരണ്ടേ? 2024 ഇവിടെ ഉണ്ടോ? 22 വരെയല്ലേ ഉള്ളു. ശരി, അന്നേരം അടുത്ത ലീപ്പ് ഇയർ വേണ്ട, ഒരെണ്ണം മതി. ഏതാ? 2020. ഇത് ഇടയ്ക്ക് വരുന്നുണ്ട്. 2018-ൻ്റെയും 2022-ൻ്റെയും ഇടയ്ക്കല്ലേ വന്നേ? ഇടയ്ക്ക് വന്നതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ലീപ്പ് ഇയർ ആണ്.
ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയറിൻ്റെ എണ്ണം പറയണം. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? ഒറ്റ ലീപ്പ് ഇയറേ ഉള്ളൂ. അന്നേരം 4 കിട്ടി ഡിഫറൻസ്, ലീപ്പ് ഇയറിൻ്റെ എണ്ണം 1 കിട്ടി. ആ 4ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. സോ ആൻസർ 5ാമത്തെ ദിവസം. 7ന് മേളിലാണെങ്കിൽ മാത്രം 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7 താഴെയാണെങ്കിൽ ആ നമ്പർ അങ്ങ് പറഞ്ഞാൽ മതി. 7 താഴെയാകുമ്പോൾ ആ നമ്പർ എന്ന് പറഞ്ഞാൽ 5 കിട്ടിയേ. സോ ഉത്തരം 5 എന്ന് പറയണം. എന്നിട്ട് തന്ന ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ പറയണം, തിങ്കൾ കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസം? 5ാമത്തെ ദിവസം എന്ന് പറയണം. തിങ്കൾ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം ആകുമ്പം ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. 5ാമത്തെ ദിവസം ശനിയാണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു ശനിയാഴ്ചയാണ് ഈ കണക്കിൻ്റെ ഉത്തരം എന്ന് പറയണം. ക്ലിയർ? എന്നാൽ നമുക്ക് ഈ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നമ്മൾ ഈ ഒരു ടൈപ്പോടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമാണ്? ഇത് 2025 ഈ വർഷം ലാസ്റ്റ് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ 2ാമത്തെ സ്റ്റേജിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. 26/1/2025 ഞായറാഴ്ച. നമുക്കത് നമ്മളിപ്പം പറയുന്നത് പോലെ എഴുതാം. 26/1/2025 എന്ന് പറഞ്ഞാൽ അതെന്താ? 2025 1-ാം മാസം. 1-ാം മാസം എന്ന് പറഞ്ഞാൽ ജനുവരി മാസം. എത്രാം തീയതി? 26-ാം തീയതി. ഏത് ദിവസമാണ്? ഞായറാഴ്ചയാണ്. എന്നാൽ എന്താ ചോദ്യം? 2028 1-ാം മാസം തന്നെ, സെയിം ഡേ, സെയിം മന്ത്, ജനുവരി മാസം, അതേ ദിവസം. എത്രാം തീയതി? 26-ാം തീയതി. ഏത് ദിവസം എന്നാണ് ചോദ്യം. നമ്മൾ എഴുതുന്ന പോലെ എഴുതി വെക്കാം. അങ്ങനെ ചെറിയൊരു ഡൗട്ട് പോലും നമുക്ക് ഉണ്ടാവണ്ട. അതുകൊണ്ട് അതുപോലെ അങ്ങ് എഴുതി വെക്കാം. എഴുതി വെച്ചല്ലോ. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ സ്റ്റെപ്പുകളിലേക്ക് വാ. ആദ്യം എന്ത് പറയും? ഡേ സെയിം ആണെന്ന് ഉറപ്പ് വരുത്തി. ക്ലിയർ? 2ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 28 25. 28 നിന്ന് 25 കുറച്ചാൽ 3 കിട്ടും. അതും കിട്ടി ഡിഫറൻസ്. 28 നിന്ന് 25 കുറച്ചപ്പം 3 കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ലീപ്പ് ഇയർ എഴുതി വെക്കും. ലീപ്പ് ഇയർ എഴുതി വെക്കുമ്പം ആദ്യം മുതൽ അവസാനം വരെ. ആദ്യം മുതലാകുമ്പോൾ 2025 ലീപ്പ് ഇയർ അല്ല. സോ 2025 കഴിഞ്ഞാൽ വരുന്ന അടുത്ത ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 28 അല്ലേ? 2028 4ന്റെ മൾട്ടിപ്പിൾ. സോ 2028 എഴുതി വെക്കണം. അത് ലീപ്പ് ഇയർ ആണ്. 2028 വരെയോടെ ഉണ്ടല്ലോ, അതുകൊണ്ട് 2028 എഴുതി വെക്കണം. കിട്ടി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എഴുതി വെച്ച 2028 ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യണം? അതിനാണ് നമ്മൾ ഇങ്ങനെ വായിക്കും, ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ എന്ന് വായിക്കും. അങ്ങനെ വായിക്കുമ്പം 2025 ജനുവരി 26 മുതൽ, ഓക്കെ, അവിടെ മുതൽ തുടങ്ങി. 2025 നോക്കണ്ട. 2025 ജനുവരി 26 മുതൽ തുടങ്ങി. എവിടം വരെ ഉണ്ട്? 2028 ജനുവരി 26 വരെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി 2028 എവിടം വരെ ഉള്ള? ജനുവരി 26 വരെ ഉള്ള. 2028 ജനുവരി 26 വരെ ഉള്ളെന്ന് പറഞ്ഞാൽ 2028 ഫെബ്രുവരി 29 ഇല്ല. കാരണം ജനുവരി 26 വരെ ഉള്ള. 2028 ഫെബ്രുവരി 29 ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് 2028 ഫെബ്രുവരി 29 ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയും 2028 ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ഈ കണക്കിനകത്ത് 2028 ഇവിടെ ലീപ്പ് ഇയർ അല്ല. എന്തുകൊണ്ടാണ്? 2028 ജനുവരി 26 വരെയുള്ള ചോദ്യം. ലീപ്പ് ഇയർ വരണമെങ്കിൽ 2028 ഫെബ്രുവരി 29 വരണമായിരുന്നു. അതിവിടെ വരത്തില്ല. ജനുവരി 26 വരെ ഉള്ളു. അതുകൊണ്ട് ലീപ്പ് ഇയറിനകത്ത് 2028 ഫെബ്രുവരി 29 ഇല്ലാത്തത് കൊണ്ട് 2028 ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. ലീപ്പ് ഇയർ ഇല്ല. സോ ഇവിടെ ലീപ്പ് ഇയർ ഒന്നുമില്ല. ലീപ്പ് ഇയർ ഒന്നുമില്ലെങ്കിൽ വേണ്ട, ആദ്യം കിട്ടിയ ഡിഫറൻസ് 3. ആ 3 കൂട്ടി പറയുമ്പം തന്ന ദിവസം ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയണം, ഞായറാഴ്ച കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം പറയണം. ഞായർ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 1ആകുമ്പോൾ തിങ്കളാഴ്ച, 2ആകുമ്പോൾ ചൊവ്വാഴ്ച, 3ആകുമ്പം ബുധനാഴ്ചയാണ് ഈ ചോദ്യത്തിൻ്റെ നിങ്ങളുടെ ഉത്തരം എന്ന് പറയും. സോ ആൻസർ ഇസ് ഈക്വൽ ടു ബുധനാഴ്ചയാണ്. ക്ലിയർ ആയോ? ഈ ഒരു ടൈപ്പിലെ കണക്ക് നോക്കുക. സ്ഥിരമായിട്ട് എക്സാമിനകത്ത് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ്. ഇതല്ല, ഞാൻ എക്സാമ്പിളായിട്ട് 2 ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരുപാട് എക്സാമിനകത്തും ഇതിൽ നിന്ന് കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ കണക്കുകളൊക്കെ പിന്നീട് വർക്കൗട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കുക, നല്ലതുപോലെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കലണ്ടറിൻ്റെ ഇയറിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഒന്നാണ് നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൈപ്പ് 7. 2010 മാർച്ച് 10 ഞായറാഴ്ച ആയാൽ 2025 മാർച്ച് 27 ദിവസമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു മാറ്റം ഇതാണ്.
2010 മാർച്ച് 10 തരുന്നത്. പക്ഷെ ചോദ്യം ചോദിക്കുന്നത് 2025 മാർച്ച് 10 മാർച്ച് 27. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ചോദ്യം ചോദിച്ചത് സെയിം ഡേ അല്ല എന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയറായി. മാർച്ച് 10 തന്നിട്ട് മാർച്ച് തന്നെയാണ് ചോദിക്കുന്നത്, മാർച്ചിലെ ഒരു ദിവസം തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ മാർച്ച് 10 ചോദിച്ചത്, മാർച്ച് 27 ചോദിച്ചതെന്ന് മനസ്സിലായി. ഇയറിനകത്ത് വ്യത്യാസം ഉണ്ടെന്നും ക്ലിയർ ആണ്. ശരിയല്ലേ? അന്നേരം ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം അത് ഞാൻ പറയാം. അത് നിങ്ങൾ ഇങ്ങനെ പറയണം: നിങ്ങൾക്ക് എപ്പോഴും സെയിം ഡേയ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറയണം. ഒന്ന് പറ, എങ്ങനെ പറയുക? നിങ്ങൾക്ക് എപ്പോഴും സെയിം ഡേയ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറയണം. സെയിം ഡേയ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ മാർച്ച് 10 ഞായറാഴ്ചയാണെങ്കിൽ, അതായത് മാർച്ച് 10 തരുന്നതെങ്കിൽ നിങ്ങൾക്കിനി കാണാൻ പറ്റുന്നത് മാർച്ച് 10 മാത്രമേ കാണാൻ പറ്റൂ. മാർച്ച് 10 തന്നാൽ നിങ്ങൾക്കിനി എന്ത് മാത്രമേ കാണാൻ പറ്റൂ? മാർച്ച് 10 മാത്രമേ കാണാൻ പറ്റൂ. അത് ഏത് വർഷമായാലും നിങ്ങൾ കാണും. പക്ഷെ നിങ്ങൾക്ക് അറിയേണ്ട ഇതാണ്, നിങ്ങൾക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റൂ? സെയിം ഡേ മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറയണം. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ചോദ്യം ഇതുപോലെ മാറ്റി എഴുതുക. 2010 ഒരു സെന്റൻസ് മാറ്റി ഇങ്ങനെ മാർക്ക് ചെയ്യണം. 2010 മാർച്ച് 10 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്നാണ് തന്നതെങ്കിൽ, 2010 മാർച്ച് 10 ഞായറാഴ്ച എന്നാണ് തന്നതെങ്കിൽ അവിടെ വെച്ച് പറയണം, നിങ്ങൾക്കിനി എന്ത് മാത്രമേ കാണാൻ പറ്റൂ? മാർച്ച് 10 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റൂ? മാർച്ച് 10 മാത്രമേ കാണാൻ പറ്റൂ. അത് ഏത് വർഷം വേണമെങ്കിലും കാണാൻ പറ്റും, ഏത് വർഷം വേണമെങ്കിലും കാണാൻ പറ്റും. അതാണ് തൊട്ട് മുമ്പുള്ള ടൈപ്പ് നമ്മൾ ചെയ്തത്, ടൈപ്പ് 6 ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെ പറയണം: മാർച്ച് 10 ഉണ്ടെങ്കിൽ മാർച്ച് 10 കാണാൻ പറ്റും. ചോദ്യം ചോദിക്കുന്ന വർഷം 2025 ആയതുകൊണ്ട് 2025 മാർച്ച് 10 കാണണം. മാർച്ച് 10 കാണണം. മാർച്ച് 27 ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. കാരണം നമുക്ക് സെയിം ഡേ ആണെങ്കിലേ കണക്ക് ചെയ്യാൻ പറ്റൂ. സോ 2010 മാർച്ച് 10 ഉണ്ടെങ്കിൽ ചോദ്യം 2025 ചോദിച്ചേ. അതുകൊണ്ട് 2025 മാർച്ച് 10 എഴുതണം. എന്നിട്ട് കഴിഞ്ഞ ടൈപ്പിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഈ കണക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഇങ്ങനെ പറയും, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ പറ: മാർച്ച് 10 ഡേ സെയിം ആണെന്ന് മനസ്സിലായി. ഡേ സെയിം ആണെങ്കിൽ പിന്നെ വേണ്ടത് വർഷത്തിന്റെ വ്യത്യാസം. 25-ന്റെയും 10-ന്റെയും വ്യത്യാസം, 25-ന്റെയും 10-ന്റെയും വ്യത്യാസം 15. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? വർഷത്തിന്റെ വ്യത്യാസം. ഡേ സെയിം ആണല്ലോ, ഡേ സെയിം ആക്കി. എന്നാൽ വർഷത്തിന്റെ വ്യത്യാസം 25-ന്ന് 10 കുറച്ചപ്പോൾ 15 കിട്ടിയല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് എന്തായിരുന്നു? ലീപ്പ് ഇയർ എഴുതി വെക്കണം, ആദ്യം മുതൽ അവസാനം വരെ. ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 2010 2010 എന്ന് പറഞ്ഞാൽ അവസാനത്തെ രണ്ടക്കം 10. ആ 10 എന്ന് പറഞ്ഞാൽ ഒരു 4-ന്റെ ഗുണിതം അല്ല. 10 4-ന്റെ ഗുണിതം അല്ലാത്തതുകൊണ്ട് 2010 ലീപ്പ് ഇയർ അല്ല. അതായത് ആദ്യത്തെ വർഷം ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. 2010 ലീപ്പ് ഇയർ അല്ലെങ്കിൽ 2010 കഴിഞ്ഞാൽ വരുന്ന ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 2012 ആണെന്ന് പറയണം. ലീപ്പ് ഇയർ 2012. 2012 കഴിഞ്ഞാൽ വരുന്ന ലീപ്പ് ഇയർ 2016 ആണ്. 4 കൂട്ടി പറയും. 2016 കഴിഞ്ഞാൽ വരുന്ന ലീപ്പ് ഇയർ 2020 ആണ്. 2020 കഴിഞ്ഞാൽ വരുന്ന ലീപ്പ് ഇയർ 2024 ആണ്. 2025 വരെയല്ലേ ചോദിച്ചേ. അതുകൊണ്ട് 2024 വരെ മതി. ലീപ്പ് ഇയർ ഒക്കെ എഴുതി വെച്ചു. ഇനിയൊന്ന് നോക്കുക, 2010-ന്റെയും 2025-ന്റെയും ഇടയ്ക്കാണ് എഴുതിയിരിക്കുന്ന ലീപ്പ് ഇയർ ഒക്കെ വന്നേ. സോ ഇടയ്ക്കാണെങ്കിൽ ഇതൊക്കെ എന്ത് തന്നെയായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. സോ ലീപ്പ് ഇയറിന്റെ എണ്ണം എത്ര? 1 2 3 4. ലീപ്പ് ഇയറിന്റെ എണ്ണം 4 ആവുമ്പോൾ ആദ്യം കിട്ടിയ ഡിഫറൻസിന്റെ കൂടെ 15-ന്റെ കൂടെ ലീപ്പ് ഇയറിന്റെ എണ്ണം കൂട്ടും. സോ 15 + 4 = 19 എന്ന് കിട്ടിയ പിന്നെ ചെയ്യേണ്ടത് ഓഡ് ഡേ കണ്ടുപിടിക്കണം. ഓഡ് ഡേ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പറ. 19-നെ 7 കൊണ്ട് ഹരിച്ച് പറയും. 19-നെ 7 കൊണ്ട് ഹരിച്ച 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം? 5 ദിവസം. ഇവിടെ വെച്ചുറപ്പിക്കാം, ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് 5 കിട്ടുമ്പം ഞായറാഴ്ച കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം എന്ന് പറയണം. സോ ഞായർ കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം ആകുമ്പം 1 തിങ്കളാഴ്ച, 2 ചൊവ്വാഴ്ച, 3 ബുധനാഴ്ച, 4 വ്യാഴാഴ്ച, 5-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയായിരിക്കും 5-ാമത്തെ ദിവസം എന്ന് പറയണം. ഇത് കിട്ടി. ആദ്യം നിങ്ങളിത് കണ്ടുപിടിച്ചു.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം തൊട്ടു മുമ്പുള്ള ടൈപ്പ് 6 കണക്കിൽ നമ്മൾ ഇതാണ് പഠിച്ചത്. ക്ലിയർ ആണേ? എന്നാൽ ഇനി നിങ്ങൾ പറയേണ്ടത് ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മുടെ ഈ കണക്കിലേക്ക് നമ്മൾ വരുന്നത്. ഇനി നിങ്ങൾ പറയേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്ന് പറയണം. എന്താണ് കണ്ടുപിടിച്ചത്? എന്താ കണ്ടുപിടിച്ചേ? 2025 ഏത് ഡേറ്റ് കിട്ടി? മാർച്ചിലെ ഏത് ഡേറ്റാ കിട്ടി? 10 കിട്ടി. മാർച്ച് 10 എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച എന്ന് കിട്ടിയല്ലോ. 2025 മാർച്ച് 10 വെള്ളിയാഴ്ച കിട്ടിയെങ്കിൽ ഇനി നോക്കുക, എന്താ ചോദ്യം? 2025 മാർച്ചിലെ 27 ചോദ്യം. മാർച്ചിൽ 27 ചോദിച്ചാൽ നിങ്ങൾ ഇനി ഇങ്ങനെ പറയണം, മാർച്ച് 10 വെള്ളിയല്ലേ, അന്നേരം മാർച്ച് 27 ചോദിച്ചാൽ ഇങ്ങനെ പറയുക, കലണ്ടറിനകത്ത് സെയിം മന്തിലെ ഡേറ്റ് കിട്ടാൻ വേണ്ടി, ഒരേ മാസത്തിലെ തീയതികൾ കിട്ടാൻ വേണ്ടി കലണ്ടറിനകത്തെ ഡേറ്റ് താപ്പോട്ട് പോകുമ്പം 7 കൂട്ടി പോയാൽ മതി. താപ്പോട്ട് പോകുമ്പം 7 കൂട്ടി പോയാൽ മതി. എന്ന് വെച്ചാൽ മാർച്ച് 10 വെള്ളിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 7 കൂട്ടിയാൽ മതി. അങ്ങനെ 10ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 17 കിട്ടും. അന്നേരം നമുക്ക് ഇങ്ങനെ പറയാം, മാർച്ച് 10 വെള്ളിയാഴ്ചയാണെങ്കിൽ അടുത്ത ആഴ്ച മാർച്ച് 17 വെള്ളിയാഴ്ചയായിരിക്കും. ഈ വെള്ളിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച കിട്ടാൻ വേണ്ടി 7 കൂട്ടിയാൽ പോരെ? കലണ്ടറിന്റെ ഒരു പടം മനസ്സിൽ കാണുമ്പം കലണ്ടറിൽ താപ്പോട്ട് വരുമ്പോൾ 7 കൂട്ടിയാണ് പോകേണ്ടത്. അതുകൊണ്ട് 10 വെള്ളിയാഴ്ചയാണെങ്കിൽ 10 7 17 വെള്ളിയാഴ്ച. 17 വെള്ളിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച കിട്ടാൻ വേണ്ടി വീണ്ടും 7 കൂട്ടും. അങ്ങനെ 7 കൂട്ടുമ്പം 17ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 24 കിട്ടും. സോ 10 വെള്ളിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച 10 7 17. 17 വെള്ളിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച 17 7 24. ഇപ്പൊ എന്ത് കിട്ടി? മാർച്ച് 24 വെള്ളിയാഴ്ച എന്ന് കിട്ടി. ചോദ്യം ഒന്ന് നോക്ക്, മാർച്ച് 27 ചോദ്യം. എന്നാ പറയണം, മാർച്ച് 24 വെള്ളിയാഴ്ചയാണെങ്കിൽ മാർച്ച് 25 എന്ന് പറഞ്ഞ വെള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ശനിയാഴ്ചയാണ്. 25 ശനിയാഴ്ചയാണെങ്കിൽ അടുത്തത് മാർച്ച് 26 എന്ന് പറഞ്ഞ ശനി കഴിഞ്ഞ അടുത്ത ദിവസം ഞായറാഴ്ച. എന്നാൽ പിന്നെ എന്തായിരുന്നു ചോദ്യം? മാർച്ചിലെ 27 ചോദിച്ചേ. സോ ഞായർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് കിട്ടും. സോ ആൻസർ = എന്തായിരിക്കണം? തിങ്കളാഴ്ചയാണ്. ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെയിം ഡേ. ആദ്യം കണ്ടുപിടിക്കേണ്ടത് മാർച്ച് 10 ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് മാർച്ച് 10 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് 10 കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറയണം. എന്നിട്ട് മാർച്ച് 10 കണ്ടുപിടിക്കണം. മാർച്ച് 10 കണ്ടുപിടിച്ചിട്ട് തൊട്ടടുത്ത ആഴ്ചകൾ കിട്ടാൻ വേണ്ടിയിട്ട് സെയിം ഡേയ്സ് കിട്ടാൻ വേണ്ടി 7 കൂട്ടുകയോ 7 കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തിരിച്ചും പറയാമല്ലോ, 17 ഉണ്ടെങ്കിൽ 10 കിട്ടാൻ വേണ്ടി 7 കുറച്ചാലും മതി. അതായത് 7 കൂട്ടിയാലും 7 കുറച്ചാലും ഒക്കെ കിട്ടുന്നത് സെയിം ഡേ ആണ് എന്ന് മനസ്സിലാക്കി ആ മാസത്തിലെ മറ്റൊരു ദിവസം നമ്മൾ ഇതുപോലെ ചെയ്യും. ക്ലിയർ ആണല്ലോ? 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത കണക്കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതങ്ങ് റെഡിയാവും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പിലെ രണ്ടാമത്തെ ചോദ്യം. 2015 ഓഗസ്റ്റ് 1 ബുധനാഴ്ചയാണ്. എന്നാൽ 2030 ഓഗസ്റ്റ് 31 ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് പറയും? നിങ്ങൾ ആദ്യം പറയും നിങ്ങൾക്ക് സെയിം ഡേ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറയും. സോ നിങ്ങൾക്ക് സെയിം ഡേ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 1 തരുന്നതെങ്കിൽ നിങ്ങൾക്കിനി എന്ത് മാത്രമേ കാണാൻ പറ്റൂ? ഓഗസ്റ്റ് 1 മാത്രമേ കാണാൻ പറ്റൂ. സോ നിങ്ങളിങ്ങനെ പറയും, 2015 ചോദ്യം എപ്പോഴും ഒന്ന് മാറ്റി വെച്ചോണം. ഇങ്ങനെ പറയണം, 2015 എന്താണ് തന്നത്? ഓഗസ്റ്റ് 1 തന്നത്. ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞ ബുധനാഴ്ച എന്ന് തന്നല്ലോ. എന്നാൽ അവിടെ വെച്ച് പറയണം, ഓഗസ്റ്റ് 1 തന്ന ഇനി നമ്മൾ എന്തേ കണ്ടുപിടിക്കൂ? ഓഗസ്റ്റ് 1 കണ്ടുപിടിക്കൂ എന്ന് പറയണം. ഓഗസ്റ്റ് 1 തന്നാൽ ഇനി നമ്മൾ എന്തേ കണ്ടുപിടിക്കൂ? ഓഗസ്റ്റ് 1 കണ്ടുപിടിക്കൂ. എന്നാൽ ഓഗസ്റ്റ് 1 കണ്ടുപിടിക്കാം ഏത് വർഷത്തിലെ? ഏതാ ചോദിച്ചേ? 2030. അതുകൊണ്ട് 2030 15 ഉണ്ടെങ്കിൽ 2030 എന്ത് കാണണം? ഓഗസ്റ്റ് 1 കാണണം. ഓഗസ്റ്റ് 1 കണ്ടുപിടിക്കണം. ഇനി അതിലേക്ക് വരാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡേ സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എടുക്കുമ്പം, വർഷത്തിൻ്റെ വ്യത്യാസം എടുക്കുമ്പം
30 നിന്ന് 15 കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ആ 15 എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് പറയേണ്ടത്? ലീപ്പ് ഇയർ പറയണം. ലീപ്പ് ഇയർ പറയുമ്പോൾ 2015 അവസാനത്തെ രണ്ടക്കം 15 4ന്റെ ഗുണിതം അല്ല, ലീപ്പ് ഇയർ അല്ല. എന്നാൽ അത് കഴിഞ്ഞാൽ വരുന്ന 4ന്റെ ഗുണിതം 2016 16 4ന്റെ ഗുണിതം. അതുകൊണ്ട് ലീപ്പ് ഇയർ 15 കഴിഞ്ഞാൽ വരുന്ന 2016. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി 4 കൂട്ടി 20 2020. അടുത്ത ലീപ്പ് ഇയർ 4 കൂട്ടി 2024. അടുത്ത ലീപ്പ് ഇയർ 4 കൂട്ടി 2028 എന്ന് പറയണം. അടുത്ത വേണ്ടല്ലോ, അടുത്ത 4 കൂട്ടിയ 2032 കിട്ടും. 2030 വരെയുള്ളൂ. സോ 2015ന്റെയും 2030ന്റെയും ഇടയ്ക്കാണിത് 4ഉം വരുന്നത്. 15 കഴിഞ്ഞിട്ടും 30ന് മുമ്പേയുമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇടയ്ക്കായതുകൊണ്ട്, ഇടയ്ക്കാണെങ്കിൽ ബെറ്റ്വീൻ ആണെങ്കിൽ ഇതൊക്കെ എന്ത് തന്നെയായിരിക്കും? ലീപ്പ് ഇയർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ലീപ്പ് ഇയറിന്റെ എണ്ണം എത്ര? 1 2 3 4 ലീപ്പ് ഇയർ ആവുമ്പോൾ ആദ്യം കിട്ടിയ ഡിഫറൻസ് 15ന്റെ കൂടെ 4 കൂടെ കൂട്ടിയിട്ട് 19 എന്ന് പറയും. 15ന്റെ കൂടെ 4 കൂടെ കൂട്ടിയിട്ട് 19 എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 19 ഓഡ് ഡേ കിട്ടാൻ വേണ്ടി 19നെ 7 കൊണ്ട് ഹരിക്കുമ്പം 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 5 കിട്ടും. 5 കിട്ടും. സോ 5 കിട്ടുമ്പം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? 5 കിട്ടിക്കഴിഞ്ഞാൽ 5 കൂട്ടി പറയും. ബുധൻ കഴിഞ്ഞിട്ട് 5 കൂട്ടി പറയും. ബുധൻ കഴിഞ്ഞിട്ട് 5 കൂട്ടുക എന്ന് പറഞ്ഞാൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളായിരിക്കും 5ാമത്തെ ദിവസം എന്ന് മനസ്സിലായി. സോ ആൻസർ ഇസ് ഈക്വൽ ടു തിങ്കളാഴ്ച എന്ന് കിട്ടി. ഓക്കെ ആണേ. ഇപ്പൊ എന്താ കിട്ടിയേ? 2030 ഇനി കിട്ടിയതെന്ന് പറയണം. എന്താ കിട്ടിയേ? 2030 ഏത് ദിവസം കിട്ടി? ഓഗസ്റ്റ് 1 കിട്ടി. ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എന്ന് കിട്ടി? തിങ്കളാഴ്ച എന്ന് കിട്ടി. ക്ലിയർ ആണോ? അത് കിട്ടിയ അടുത്ത് നിങ്ങൾ എന്തു പറയും? ഓഗസ്റ്റ് 1 തിങ്കളാഴ്ചയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഓഗസ്റ്റ് 31 ആയതുകൊണ്ട് ഇങ്ങനെ പറയും. ഓഗസ്റ്റ് 1 തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച കിട്ടാൻ വേണ്ടി ഇതിനോടൊപ്പം 7 കൂട്ടും. 7 കൂട്ടുമ്പോൾ 1 7 8 കിട്ടും. വീണ്ടും 7 കൂട്ടുമ്പോൾ 8 7 15 കിട്ടും. വീണ്ടും 7 കൂട്ടുമ്പോൾ 15 7 22 കിട്ടും. വീണ്ടും 7 കൂട്ടുമ്പോൾ 22 7 29 കിട്ടും. ഇതെല്ലാം സെയിം ഡേ ആയതുകൊണ്ട് നമ്മൾ പറയും ഓഗസ്റ്റ് 1 തിങ്കളാഴ്ചയാണെങ്കിൽ അതിൻ്റെ കൂടെ 7 കൂട്ടി കിട്ടുന്ന ഓഗസ്റ്റ് 29 എന്ത് തന്നെയായിരിക്കും? തിങ്കളാഴ്ച എന്ന് പറയും. കിട്ടിയല്ലോ. അടുത്ത സ്റ്റെപ്പിൽ പറയും ഓഗസ്റ്റ് 29 തിങ്കളാഴ്ചയാണെങ്കിൽ ചോദ്യം ചോദിച്ചത് ഓഗസ്റ്റ് 31 ആയതുകൊണ്ട് ഇങ്ങനെയാണ്. ഓഗസ്റ്റ് 29 തിങ്കളാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 30 എന്ന് പറഞ്ഞാൽ തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയെന്നും, ചോദ്യം ചോദിച്ച ഓഗസ്റ്റ് 31 വരുമ്പം ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ബുധനെന്നും കിട്ടും. അതുകൊണ്ട് ഓഗസ്റ്റ് 31 ബുധനാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത്, നമ്മുടെ കണക്കിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? ബുധനാഴ്ചയാണ്. ഓഗസ്റ്റ് 31 കിട്ടും. അങ്ങനെ ഇതങ്ങ് ഉറപ്പിക്കും. ഇപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയി കാണും, വ്യക്തമായി കാണും. ഇതിനകത്ത് ഇനി ഒരു ഡൗട്ടും ഇല്ല. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ഒരു എക്സാമിനകത്ത് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 2025 മാർച്ച് 15 ശനിയാഴ്ചയായാൽ, 2025 മാർച്ച് 15 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ആയാൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച എന്ന് ചോദിച്ചു. ഇത് ലാസ്റ്റ് നടന്ന KS-ന്റെ 2025 നടന്ന KS-ന്റെ എക്സാമിന്റെ ചോദ്യമാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. ചോദ്യം ചോദിച്ചത് എന്താ? 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച എന്നാണ് ചോദിച്ചത്. മാർച്ചിൽ ഏത് തീയതി ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മാർച്ചിൽ ഒരുപാട് ഞായറാഴ്ച ഉണ്ട്. 4 5 ഞായറാഴ്ച മാർച്ചിൽ കാണും. അതുകൊണ്ടാണ് ഓപ്ഷൻസ് പറഞ്ഞത്. 4 ഓപ്ഷൻ ഉണ്ടല്ലോ, 20 21 22. ഇതിനകത്ത് ഏതാണ്? ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ഞായറാഴ്ച എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാം. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. നമുക്ക് ആദ്യം പറയാം, നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് പറയാം. പറ, എന്താണ് തന്നിരിക്കുന്നത്?
തന്നിരിക്കുന്നത് 2025 മാർച്ച് മാസം എന്താ തന്നേ? 15. മാർച്ച് 15 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയും തന്നല്ലോ. എന്നാൽ ഇവിടെ വെച്ച് നിങ്ങൾ ആദ്യം പറയേണ്ടത്, ബാക്കി എന്ത് ചോദിച്ചോട്ടെ, മാർച്ചിലെ ഏത് തീയതിയാണ് ശനിയാഴ്ചയെന്നോ ഞായറാഴ്ചയെന്നോ വെള്ളിയാഴ്ച എന്നൊക്കെ ചോദിച്ചോട്ടെ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇത് തന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താന്ന് പറയാൻ, എന്ത് കണ്ടുപിടിക്കാം? മാർച്ച് 15 ശനിയാഴ്ച ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പറയും നിങ്ങൾക്ക് ഇനി എന്തേ കാണാൻ പറ്റൂ? മാർച്ച് 15 ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തേ കാണാൻ പറ്റൂ? മാർച്ച് 15 കാണാൻ പറ്റൂ. ആദ്യം ഇത് പറയണം. മാർച്ച് 15 തന്നു, സോ നിങ്ങൾക്ക് ഇനി എന്തേ കാണാൻ പറ്റൂ? മാർച്ച് 15 കാണാൻ പറ്റൂ. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് സെയിം ഡേ മാത്രമേ കാണാൻ പറ്റൂ എന്നറിയാം. അതുകൊണ്ട് മാർച്ച് 15 കണ്ടുപിടിക്കും. ഏത് വർഷത്തിലെ? 2050 ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2050 മാർച്ച് 15 കണ്ടുപിടിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. 2050 മാർച്ച് 15 കാണുന്നതിനെ പറ്റി ആലോചിക്കാം. ഇനി ബാക്കിയൊക്കെ ചെയ്യാമല്ലോ, ചെയ്യാം. നമ്മുടെ സെയിം ഡേ അല്ലേ കണ്ടുപിടിക്കണ്ടേ, അതിലേക്ക് വരാം. പറ, ഡേറ്റ് സെയിം ആണ്. ഡേറ്റ് സെയിം ആണെന്ന് മനസ്സിലായി. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻസ് എടുക്കണം. 2050 നിന്ന് 2025 കുറയ്ക്കണം. 50 നിന്ന് 25 കുറച്ചാൽ 25 കിട്ടും. സോ അത് കഴിഞ്ഞു, 25 കിട്ടി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ പറയാം. ലീപ്പ് ഇയർ പറയുമ്പോൾ 2025 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ല. 25 4ന്റെ ഗുണിതം അല്ല. എന്നാൽ 25 കഴിഞ്ഞാൽ വരുന്ന 4ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ അത് 28. സോ 2028 ലീപ്പ് ഇയർ. അടുത്ത ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 28ന്റെ കൂടെ 4 കൂട്ടിയാൽ 32, 32ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 36, 36ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 40, 40ന്റെ കൂടെ 4 കൂട്ടിയാൽ 44, 44ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 48 കിട്ടും. ഇതെല്ലാം ലീപ്പ് ഇയർ ആണ്. ശരിയല്ലേ? 2050 മുമ്പല്ലേ 2048 വരലേ ഉള്ളു. കാരണം 4 കൂട്ടി നമ്മൾ ലീപ്പ് ഇയർ ആക്കി എഴുതി വെച്ചു. ഇനി ഇതൊക്കെ ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിച്ചാൽ 2025ന്റെയും 2050ന്റെ ഇടയ്ക്കാണ് ഇതെല്ലാം വരുന്നത്. ഇടയ്ക്ക് വന്നാൽ ഇതെല്ലാം എന്ത് തന്നെയായിട്ട് മാറും? ലീപ്പ് ഇയർ ആയിട്ട് മാറും. സോ ലീപ്പ് ഇയറിന്റെ എണ്ണം എത്ര? 1, 2, 3, 4, 5, 6 ലീപ്പ് ഇയർ എന്ന് മനസ്സിലായി. 6 ലീപ്പ് ഇയർ ആകുമ്പോൾ 25ന്റെ കൂടെ ലീപ്പ് ഇയറിന്റെ എണ്ണം 6 കൂടെ കൂട്ടി 25ന്റെ കൂടെ 6 കൂട്ടുമ്പം 31 കിട്ടും. സോ 31 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയും 31 ഓർഡേഴ്സിന്റെ എണ്ണം എത്ര? ഓർഡേ കിട്ടാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കുമ്പോൾ 31നെ 7 കൊണ്ട് ഹരിക്കുമ്പം 4, 7, 28 പോയി കഴിഞ്ഞാൽ ബാക്കി 3 കിട്ടി. ബാക്കി 3 കിട്ടി. സോ മൂന്നാമത്തെ ദിവസം ശനി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ഏതാണ്? ശനി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 1 ഞായറാണ്, 2 തിങ്കളാണ്, 3 ചൊവ്വയാണെന്ന് മനസ്സിലായി. 3 ചൊവ്വയാണെന്ന് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? 2050 മാർച്ച് 15 ചൊവ്വാഴ്ച എന്ന് കിട്ടി. 2050 മാർച്ച് 15 ചൊവ്വാഴ്ച എന്ന് കിട്ടിയല്ലോ. ഇനി വായിക്കുകയാണ്. ഇനി മാത്രം ചോദ്യം ചോദിക്കുന്ന എന്താന്ന് വായിച്ചാൽ മതി എന്നാ വായിക്കുക. മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ കിട്ടിയേ? മാർച്ച് 15 ചൊവ്വാഴ്ചയാ. എന്നാ പിന്നെ മാർച്ചിലെ ഞായറാഴ്ച ഒരുപാട് ഞായറാഴ്ച ഉണ്ട്. അതിൽ ഏത് ഞായറാഴ്ച പറയണമെന്ന് ചോദിച്ചാൽ 15 ഉണ്ടെങ്കിൽ വേണ്ടത് 20, 21, 22, 23 ആണ് വേണ്ടത്. എന്നാൽ നമുക്ക് എങ്ങനെ പറയാൻ? ഒന്ന് കൂട്ടി അങ്ങ് പോവാം. മാർച്ച് 15 ചൊവ്വാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം 16, 15 ചൊവ്വാഴ്ചയാണെങ്കിൽ 16 എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ബുധനാഴ്ചയാ. അങ്ങനെ കൂട്ടിക്കൂട്ടി വരുന്നതിന്റെ കാര്യം അടുത്തല്ലേ നിൽക്കുന്നത്. 15ന്റെ അടുത്തല്ലേ 20, 21, 22, 23 നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്ന് കൂട്ടിപ്പോവാം. 15 ചൊവ്വാഴ്ചയാണെങ്കിൽ 16 ബുധനാഴ്ച, 16 ബുധനാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം 17 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച, 17 വ്യാഴമാണെങ്കിൽ 18 വെള്ളിയാഴ്ച, 18 വെള്ളിയാഴ്ചയാണെങ്കിൽ 19 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച, 19 ശനിയാഴ്ചയാണെങ്കിൽ 20 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച എന്നാ ചോദിച്ചേ. ഞായറാഴ്ച എന്നാ ചോദിച്ചേ. സോ ഞായറാഴ്ച കിട്ടിയത് എത്രാം തീയതിയാണ്? 20-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ പറയും മാർച്ചിലെ എത്രാം തീയതിയാണ്? 20-ാം തീയതിയാണ് ഞായറാഴ്ച. സോ ആൻസർ ഇസ് ഈക്വൽ ടു നമ്മുടെ ഓപ്ഷൻ എ, മാർച്ചിലെ 20-ാം തീയതിയാണ് ഞായറാഴ്ച എന്ന് പറയും. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇത് ലാസ്റ്റ് നടന്ന KS എക്സാമിൻ്റെ ചോദ്യമാണെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലണ്ടറിൻ്റെ അകത്ത് ഏത് കണക്കുകൾ വന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ടൈപ്പ് കൂടെ നമ്മൾ ചെയ്യുമ്പം ഇത് കുറേ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്ന് വെച്ചാൽ ആ ടൈപ്പ് ഇതാണ്. ഇപ്പം നമ്മൾ ചോദിച്ചത് മാർച്ച് പറഞ്ഞിട്ട് മാർച്ചിൽ തന്നെ മറ്റൊരു ദിവസമല്ലേ ചോദിച്ചേ. ഇനി മാർച്ച് പറയാതെ മാർച്ച് പറഞ്ഞിട്ട് ഓഗസ്റ്റ് ചോദിക്കും, മാർച്ച് പറഞ്ഞിട്ട് നവംബർ ചോദിക്കും, ജനുവരി ചോദിക്കും, അങ്ങനെ മാസമോടെ മാറ്റി പറയും. ഇപ്പം നമ്മൾ ചെയ്തതെല്ലാം സെയിം മാസമാണ്. ഇനി മാസമോടെ മാറ്റി പറയുമ്പം കലണ്ടറിൻ്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട, വർഷവുമായിട്ട് ബന്ധപ്പെട്ട, മാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനൂടെ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൃത്യമായിട്ട് നോക്കുക, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. സംശയമുള്ളതൊക്കെ ഒന്നുകൂടെ വീണ്ടും വീണ്ടും കണ്ടു നോക്കിയിട്ട് വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ തെറ്റുകൾ മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.